ഫൈസൽ സർ, വേദിയിൽ എത്തിച്ചേർന്ന ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ മൂസ ഹാജി അവറുകൾ, മൂസക്കുട്ടി സാഹിബ്, മൊയ്തീൻ സർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ വിദ്യാർത്ഥിനി സഹപാഠികളെ, നാട്ടുകാരെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മർവാൻ ഷൗക്കത്ത്, വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. കറൻ്റ്ലി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ബിടെക് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ചെറിയ ശീലങ്ങളാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം നമുക്ക് വിജയത്തിലോട്ട് എത്തിക്കുന്നത് എന്ന വിഷയത്തെ ആസ്പദപ്പെടുത്തിക്കൊണ്ടാണ്. എന്താണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്? ജീവിത വിജയം എന്ന് പറയുന്നത് ആഡംബര കാറുകളോ അല്ലെങ്കിൽ വലിയ ലക്ഷറി വീടുകളോ ഒന്നുമല്ല. സമാധാനപരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല ആരോഗ്യനില നമ്മൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക, മാനസികപരമായ ഉല്ലാസത്തിൻ്റെ ഒരു വൈഭവങ്ങളിലോട്ട് നമ്മൾ എത്തിച്ചേരുക എന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചേരുന്നത് എന്നതാണ്. അന്ന് നമുക്കറിയാം, ഒരു ദിവസത്തെ വലിയ ഒരു മാറ്റം ഒരിക്കലും ഒരു വിജയത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുകയില്ല. മറിച്ച് ഓരോ ചെറിയ ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ, കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്. ഏറെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ജെയിംസ് ക്ലിയർ എഴുതിയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സക്സസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് ഡെയിലി ഹാബിറ്റ്സ് ദാറ്റ് യു അക്യൂർ ഇൻ യുവർ ഡെയിലി ലൈഫ്. ഇറ്റ്സ് നോട്ട് എ വൺസ് ടൈം ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നിരന്തരമായ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പരാമർശിക്കുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ നമ്മളോട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഒരാൾ മടിപിടിച്ചിരിക്കുന്ന ഒരാൾ 5 മണിക്ക് എണീക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ല. എങ്കിലും അദ്ദേഹം ഒരു ദിവസം വിചാരിച്ചു, നാളെ 5 മണിക്ക് എണീക്കണം. അദ്ദേഹം അലാം വെച്ചു, നാളെ രാവിലെ 5 മണിക്ക് എണീക്കുന്നു. പിറ്റേ ദിവസം അദ്ദേഹം ഇത് തന്നെ തുടരുന്നു, അതും സാധ്യമാണ്. പക്ഷേ ഒരു വർഷത്തിൽ 365 ദിവസം, ഈ 365 ദിവസവും ഇദ്ദേഹത്തിന് സാധീകരിക്കുന്നു തികച്ചും യാദൃച്ഛികമല്ല. അത് എങ്ങനെയാണ് നമുക്ക് സാധീകരിക്കാൻ സാധിക്കുന്നത്? അതെങ്ങനെയാണ് നമ്മൾ മാറ്റങ്ങളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാൾ 10 മണിക്ക് എണീക്കുന്നു. ഈ 10 മണി എന്നുള്ളത് 9:55 ആക്കുക, 55 പിന്നീട് 50 ആക്കുക, 50 45 ആക്കുന്നതിലൂടെ ഓരോ 5 മിനിറ്റ് പുറകോട്ട് അടിച്ചുകൊണ്ട് 5 മണിക്ക് എണീക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാകുന്ന വളരെ ശാസ്ത്രീയമായ ഒരു ടെക്നിക്കാണ്. ഇത് തന്നെയാണ് പലപ്പോഴും ഈ പുതുതലമുറയിൽ നമുക്ക് കൗൺസിലിംഗിനും ഒക്കെ വരുന്ന യുവാക്കളോട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മയക്കുമരുന്നിനോടും ലഹരിക്കും ഒക്കെ അടിമപ്പെടുന്ന യുവത്വം, സിഗരറ്റുകളിലൂടെയൊക്കെ അടിമപ്പെടുന്ന യുവത്വങ്ങളോട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്: 5 നേരം നമ്മൾ ഈ പറഞ്ഞ പുകവലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് 4 ആക്കി, പിന്നീട് 3 ആക്കി, 2 ആക്കി, അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ പൂർണ്ണമായും ഒരു നല്ല യുവത്വത്തിലോട്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അത് APJ അബ്ദുൽ കലാം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ദ മിസൈൽ മാൻ ഓഫ് ദ ഇന്ത്യൻ നേഷൻ എന്ന് വിസ്തരിക്കപ്പെടുന്ന അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഡ്രീംസ് കൺവേർട്സ് ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് ഇൻ ടു ആക്ഷൻ. അദ്ദേഹം പറയുന്നത് ചിന്തകളിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് സ്വയം സ്വപ്നങ്ങളിലോട്ട് യാഥാർത്ഥ്യമായി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയിരുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. ആ ശൈലി എന്ന് പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ പ്രസിഡന്റ് ആകുന്നു, ISROയുടെ മുൻ പ്രസിഡന്റ് ആകുകയും അദ്ദേഹം ISROയിൽ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ മന്തിക്കടയിലൊക്കെ കയറി ആവശ്യമില്ലാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ വാരിക്കൂടി നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് വളരെ മോശമാക്കാറുണ്ട്. രാവിലെ എണീറ്റ് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യാറില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫുട്ബോൾ കളികളും മൈതാനങ്ങളൊക്കെ ഇന്ന് കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ നമ്മുടെ ഡെയിലി ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ മാറ്റങ്ങളിലൂടെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും ഈ പറഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ ഒരു ദിവസം 20 മിനിറ്റ് മാത്രം ഒരു വ്യായാമം വെക്കുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അവസാനം 365 ദിവസം കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നതാണ്.
സാധാരണ നമ്മൾ ജിമ്മിൽ പോയി വലിയ ഹെവി വെയിറ്റ്സ് ഒക്കെ ചെയ്യുന്നതിന് പകരം ആദ്യം ചെറിയ എക്സസൈസുകൾ തുടങ്ങി പിന്നീട് അത് വലിയ വലിയ എക്സസൈസുകളാക്കി മാറ്റുന്നതിലൂടെ നമ്മുടെ ശരീരം ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വായനാശീലം എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ വായനാശീലം എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് ഒതുങ്ങിക്കൂടുകയും പുസ്തകത്തിൽ വിഭിന്നമായി മാറി നിൽക്കുകയും സ്മാർട്ട് ഫോണിന്റെ അന്തരീക്ഷത്തിൽ പല ഡിസ്ട്രാക്ഷനുകളോടും കൂടി നമ്മൾ ഒരു വിദ്യാർത്ഥി കടന്നു പോകുന്നതാണ്. പലപ്പോഴും നമ്മൾ വായനാശീലത്തെ കുറിച്ചിട്ട് ഒരു ഡിജിറ്റൽ യുഗത്തിൽ സംസാരിക്കുമ്പോൾ അത് വളരെ ഉപകാരപ്രദമാകുന്നു എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഒരു ക്ലിക്കിലൂടെ ലഭ്യമാണെന്ന് പറയാറുണ്ട്. പക്ഷെ നാം ഓരോരുത്തരും ചിന്തിക്കണം, എത്ര പുസ്തകം നമ്മൾ ആത്മാർത്ഥമായ ഡിജിറ്റൽ യുഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. പേജുകൾ മറയ്ക്കുന്നതിന്റെ സുഖവും ആ ഒരു അനുഭൂതിയും ഒക്കെ സാധാരണ പുസ്തകങ്ങളിലൂടെ മാത്രം നമുക്ക് വായിച്ചു സ്വീകരിക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും അത് സാധിക്കുന്നില്ല ഈ തലമുറയിൽ. അതുകൊണ്ട് വിദ്യാർത്ഥികളോട്, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹപാഠികളോടും എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാം. ആ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ വായിക്കണമെന്ന് ഞാൻ തികച്ചും പറയുന്നില്ല. വെറും 5 മിനിറ്റ്, ആ 5 മിനിറ്റ് നിങ്ങൾ കൃത്യമായി വായിച്ചാൽ ആ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ശേഖരിക്കുന്ന ഒരു ശേഖരണ മേഖലയിൽ നിങ്ങൾ എത്തുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളോട് ഒരുപാട് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നല്ല ശീലങ്ങൾ, നല്ല മാറ്റങ്ങൾ ആണ്. ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നല്ല മനുഷ്യരായി മാറാൻ സാധിക്കും, നല്ല മകനായി മാറാൻ സാധിക്കും, നല്ല സഹപാഠി, നല്ല സുഹൃത്തായി മാറാൻ സാധിക്കും, വിദ്യാർത്ഥിയായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടപ്പെട്ട ഏറ്റവും മനുഷ്യ സേവനം ചെയ്യുന്ന നല്ല യുവാക്കളായി, നല്ല പുതുതലമുറയുടെ ഭാഗമായി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിന് ഏറ്റവും ഭാഗ്യമായിട്ട് മാറ്റാൻ സാധിക്കുന്നത്. അതാണ്